നാളെ രാവിലെ തന്നെ പോണം. അമ്മ നിന്നോടെല്ലാം പറഞ്ഞില്ലേ? എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിടത്തേക്കും വരുന്നുമില്ല. അങ്ങനെ പറയരുത് ശിവ. കുടുംബത്തിലെ ദോഷങ്ങൾ തീർക്കാൻ വേണ്ടിയാ ആ പൂജ നടത്തിയത്. അതെല്ലാം നീ തന്നെ നശിപ്പിച്ചു. അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തേ പറ്റൂ. ഒരിടത്തേക്കും ഞാനില്ല. എനിക്കൊരു പൂജ നടത്തണ്ട. അല്ലെങ്കിൽ തന്നെ ഈ പൂജയിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല. നോ മൈ ഡിയർ സൺ. ദൈവദോഷം പറയരുത്. എനിക്കിനി എന്ത് ദോഷം കിട്ടാനാണ്? ഒരായുസിലെ ദോഷങ്ങൾ മുഴുവൻ ഞാൻ ഇത്രയും കാലം കൊണ്ട് അനുഭവിച്ചു തീർത്തില്ലേ? അതിനേക്കാൾ വലുതിനി എന്ത് വരാനാ? അങ്ങനെയല്ല ശിവ. പണ്ട് നിന്റെ ജാതകം എഴുതിയ ജോത്സ്യൻ നിനക്ക് വീട്ടിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് ജീവിക്കാനുള്ള യോഗം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാനടക്കം എല്ലാവരും അയാളെ പരിഹസിച്ചു. ഒടുവിൽ സംഭവിച്ചെന്താ? അയാൾ പറഞ്ഞ അതേ വയസ്സിൽ നീ ഈ വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയില്ലേ? ഞങ്ങളിൽ നിന്ന് അകന്നു ജീവിച്ചില്ലേ? മോനെ ശിവ, കുടുംബത്തിലെ ദൈവങ്ങൾ നമ്മളെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. അറിയാതെ പറ്റുന്ന അബദ്ധമാണെങ്കിൽ അവർ നമ്മളോട് ക്ഷമിക്കും. പക്ഷെ നീ ചെയ്തത് കുറച്ച് കൂടിപ്പോയി മോനെ. നിനക്ക് വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യാം. പക്ഷേ നീ ചെയ്ത കുറ്റത്തിന് നാളെ മറ്റുള്ളവർ ശിക്ഷിക്കപ്പെടരുത്. ഇല്ല, ഞാൻ ആ നാട്ടിലേക്ക് വരില്ല. മോൻ പോയിക്കോ. മോനെ, പാതാളനാഗവും മണിനാഗവും വാഴുന്ന സർപ്പക്കാവ. ഈ പരിഹാരം ചെയ്യുന്നതോടുകൂടി നമ്മുടെ കുടുംബത്തിലെ ദോഷങ്ങൾ മുഴുവനായിട്ട് മാറിക്കിട്ടും. അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ വരില്ല. അമ്മയ്ക്കറിയില്ലേ ഞാൻ എന്താ അവിടേക്ക് വരാത്തെന്ന്. വയ്യ അമ്മേ, എനിക്ക് വയ്യ. എന്തായി അമ്മേ? എസ്കെ സമ്മതിച്ചോ? ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞില്ലേ? ശിവ വരുന്നില്ലെങ്കിൽ വരണ്ട. ഡിക്കയോട് ഞാൻ സംസാരിച്ചോളാം. എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി രാവിലെ തന്നെ പോണം. ജ്യോതി പോകുന്നുണ്ടോ? എങ്കിൽ ഞാനും വരാം. ആഹാ, ശിവ, അമ്മയും ഡിക്കയും പറയുന്നത് കേൾക്കണം. ശിവയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അവരിതെല്ലാം പറയുന്നത്. ഞങ്ങളെല്ലാം കൂടെയില്ലേ? അവിടെ വെച്ച് ശിവയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്നെ വിശ്വാസമില്ലേ? ഞാൻ വരാം, എനിക്ക് വിശ്വാസമാണ്. ഞാനും അമ്മയും പറഞ്ഞിട്ട് സമ്മതിക്കാത്തവൻ ആ ബേക്കറിക്കാരി പറഞ്ഞപ്പോ സമ്മതിച്ചു. താങ്ക് യു ബേട്ടി. നീ ചെയ്തതേ വലിയൊരു കാര്യ. ഞാനും ഡിക്കയും ഫെയിൽ ആയെടുത്ത് യു സക്സസ്. കീപ് ഇറ്റ് അപ്പ് ബേട്ടി, കീപ് ഇറ്റ് അപ്പ്. പരിഹാരക്രിയകൾ കഴിയുന്നവരെ അവൻ ഒരു കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു. നീ ഈ രാത്രി തന്നെ പോകുന്നുണ്ടോ?
ഏത് സമയത്തും ബാഗ് പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കേണ്ട അവസ്ഥയായി ഇപ്പൊ എന്റേത്. എന്റെ ദേവി, ഈ ഗതിയുടെ ലോകത്ത് ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവരുതേ. അത്ര ഗതികെട്ടെങ്കിൽ പിന്നെ ഇവിടെ താമസിക്കുന്ന എന്തിനാ? പൊയ്ക്കൂടായോ? അമരാവതിയിലെ DKയുടെ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയിന്ന് കേൾപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതിനേക്കാൾ നല്ലത് നിങ്ങൾ എന്നെ ഇറക്കി വിടുന്നതാ. എപ്പോ ഇറക്കി വിടണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ശിവയെ ക്ഷേത്രത്തിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നത് നിന്റെ ഉത്തരവാദിത്വം. ആഹാ, അത് കൊള്ളാലോ. നിങ്ങളുടെ അനിയനെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യേണ്ടത് എന്റെ ജോലിയാണോ? അപ്പൊ ചേട്ടന്റെ ജോലി എന്താണാവോ? അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്നോട് അസൂയ. നിങ്ങൾ അമ്മയും മോനും കൂടി ചെന്ന് നിർബന്ധിച്ചിട്ട് കൂടി ശിവ സമ്മതിച്ചോ? ഇല്ലല്ലോ. ഒടുവിൽ അതിന് ഞാൻ തന്നെ വേണ്ടി വന്നില്ലേ? അല്ലെങ്കിൽ ആളുകളെ മയക്കാനുള്ള സൂത്രങ്ങളൊക്കെ നിന്റെ ഉണ്ടല്ലോ. ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെ കൊഞ്ഞനം കുത്തുന്ന ഏർപ്പാടുണ്ടല്ലോ, അത്ര നല്ലതല്ല, ഞാൻ പറഞ്ഞേക്കാം. സ്വന്തം കഴിവില്ലായ്മയെ മറച്ചു വെക്കാൻ ഇങ്ങനെ എന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ പറഞ്ഞേക്കാം. നീ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഈ മുറിയിൽ നിന്ന്? മനുഷ്യന്റെ മനസ്സമാധാനമായിട്ട് ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ഇങ്ങനെ ഹാർമോണിയം പെട്ടിയും തുറന്നു വെച്ചിട്ട് അതിന് മുമ്പ് ഇരുന്ന് ഇങ്ങനെ കുത്തിക്കൊഴിക്കല് വലിയ ജോലിയാ. മനുഷ്യ, ഇതെടുത്ത് തിരിച്ചറിയാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ല. ഭർത്താവിനെ തല്ലിന്നുള്ള പേരുദോഷം കൂടി കേൾക്കാൻ വയ്യാഞ്ഞിട്ടാ. ഇതിനൊക്കെ ഞാൻ പകരം വീട്ടുന്നൊരു ദിവസം വരും, ഓർത്തോ? അന്ന് കൈ കിട്ടുന്ന സാധനം എടുത്ത് നിങ്ങളുടെ പേട്ടത്തിലും അടിച്ച് പൊട്ടിക്കും ഞാൻ. നിർത്താനല്ലേ പറഞ്ഞേ? അപ്പൊ പേടിയുണ്ടല്ലേ? ഇത്രേ ഉള്ളൂ ഹിറ്റ്ലർ. ഇഷ്ടം ഞാൻ കോ വിളിക്ക. അതെ, ഈ കഥവ് നടച്ച് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യോ? പാതിരാത്രിക്ക് ഒരു കണക്ക് നോക്കല്. ഈ ബേക്കറിക്കാരെ കൊണ്ട് തോറ്റു. ആ ശരി, വൈകിട്ട് ഞാൻ തീരുമാനം അറിയിക്കാം. ഞാനിപ്പോ ഒരു യാത്ര പുറപ്പെടാൻ പോവാ. ശരി. നീ ഇതുവരെ റെഡിയായില്ലേ? എന്തിന്? പൂജയ്ക്ക് പോകാൻ ഞങ്ങളുടെ കൂടെ നീയും വരുന്നു എന്നല്ലേ പറഞ്ഞത്? സോറി ചേട്ടാ, എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ പെട്ടെന്നൊരു മാറ്റം? ചേട്ടന് മാറുന്നേ, എന്നെ ടച്ച് ചെയ്യരുത്. അല്ലെങ്കിൽ തന്നെ നിന്നെ ആരാ ടച്ച് ചെയ്യാൻ വരുന്നത്? നീ ഇന്നലെ പറഞ്ഞല്ലോ വരുന്നുണ്ടെന്ന്. അത് ഇന്നലത്തെ അഭിപ്രായല്ലേ, ഇന്നത് മാറി. അതിനെന്താ കാരണമെന്നാ ഞാൻ ചോദിച്ചത്. നീ വരുന്നില്ലെങ്കിൽ എനിക്ക് അത്രയും സമാധാനം. പക്ഷെ അമ്മയോട് ഞാൻ സമാധാനം പറയണം. എന്താ കാര്യം? സത്യത്തിലേ ഇതൊക്കെ ഒരു ഭർത്താവ് അറിയേണ്ട കാര്യം തന്നെയാ. നിങ്ങൾക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാത്തതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം. നിങ്ങളും അനിയനും കൂടിയാണല്ലോ പൂജ ചെയ്യേണ്ടത്. അവിടെ ഇപ്പൊ എന്റെ ആവശ്യമില്ല. ചേട്ടൻ പോയിട്ടോ. ഹലോ ബേട്ടി, ഗുഡ് മോർണിംഗ്. റെഡിയല്ലേ? പോകാം. ഇന്ന് കോട്ടും സൂട്ടും ഒന്നും വേണ്ട. കുടുംബക്ഷേത്രത്തിലെ പൂജയ്ക്ക് പോവുക. ഒരു മുണ്ടു ഷർട്ടും ആയിരുന്നു നല്ലത്. അതെങ്ങനെയാ അമ്മേ? അമ്മയുടെ അത്രയും കോസ്റ്റ്യൂം സെൻസ് അമ്മയുടെ മക്കൾക്കില്ലല്ലോ. ഈ നാടായ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം അന്വേഷിക്കുന്നത് അമരാവതിയിലെ പത്മാവതി അമ്മയുടെ സാരിയും ഓർണമെന്റ്സും പൊട്ടും ലിപ്സ്റ്റിക്കും ഒക്കെ എവിടെന്നാ വാങ്ങുന്നേന്നാ. അമ്മയുടെ കോസ്റ്റ്യൂം സെൻസിന് മുന്നില് ഞങ്ങൾ ആരും ഒന്നും അല്ലമ്മേ.
ഈ വീട്ടില് അമ്മയാണ് സ്റ്റാർ. അമ്മയെ കൊണ്ട് എന്തോ കാര്യം സാധിക്കാനുണ്ട്. അതാ ഇത്ര വലിയ പുകഴ്ത്തൽ. അതെങ്ങനെ? ക്ഷേത്രത്തിൽ നേദിച്ച പായസം വേണോ അതോ 2 വാക്ക് പുകഴ്ത്തൽ വേണോ എന്ന് ആരെങ്കിലും ചോദിച്ചാ പുകഴ്ത്തൽ ആദ്യം പോരട്ടെ എന്ന് പറയുന്ന ആളല്ലേ അമരാവതിയിലെ പത്മാവതി. അതിവൾക്ക് മനസ്സിലായി. അങ്ങനെ നിന്നെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാ നിന്റെ അച്ഛൻ എന്റെ പിന്നാലെ നടന്ന് പ്രേമിച്ച് എന്നെ മരി ചെയ്ത്. എന്റെ കോസ്റ്റ്യൂം സെൻസറോട് മത്സരിച്ച് ജയിക്കാനും ഈ വീട്ടിൽ ഒരെണ്ണത്തിനെയും ഞാൻ അനുവദിക്കില്ല. ഐ ആം സൂപ്പർടാ. മതി മതി, നമുക്കേ പോവാൻ സമയായി. ബാക്കി പിന്നെ പോവാം മോളെ. ആ ഇവള് വരുന്നില്ലെന്ന്. വരുന്നില്ലേ? അതെന്താ? എന്താ മോളെ, ഇവ നിന്നെ വഴക്ക് പറഞ്ഞോ? എന്തൊരു പണിയാ മോളെ. മോളില്ലാതെ ഞങ്ങൾ എങ്ങനെയാ പോകുന്നത്? അമ്മ പിണങ്ങുവേ. ഇല്ലമ്മേ, ഞാൻ വരുന്നില്ല. ആ എന്നാ ഞാനും പോകുന്നില്ല, ആരും പോകുന്നില്ല. അമ്മ ഇങ്ങനെ പിണങ്ങാതെ. എനിക്ക് പറ്റാഞ്ഞോണ്ടല്ലേ. ഞാൻ വന്നാ നിങ്ങൾക്കൊന്നും അമ്പലത്തിൽ കയറാൻ പറ്റില്ല. ഓക്കെ ബേട്ടി. മൈ ഡിയർ സൺ, കമോൺ, നമുക്ക് പോകാം. അപ്പൊ ഇവളോ? അവക്ക് വരാൻ പറ്റത്തില്ല. നമുക്ക് പോകാം. ശിവ അവന്റെ ബുള്ളറ്റിൽ പുറപ്പെട്ടു. നീ വാ. ആ അമ്മ താഴേക്ക് വെക്കോ, ഞാനിപ്പോ വരാം. ബേട്ടി, എന്നാലും ഒരു കുഴപ്പമില്ലമ്മേ, നിങ്ങൾ പൊയ്ക്കോ. കാര്യം എന്താന്ന് അമ്മയ്ക്ക് അറിയാലോ. എല്ലാം മംഗളായിട്ട് വരും. അതോർത്ത് അമ്മയ്ക്ക് ടെൻഷനൊന്നും വേണ്ട. ഓക്കെ മൈ ഡിയർ. എന്തായാലും താങ്ക്സ്. എന്തിനു? നീ വരാതിരുന്നതിന്. ഇതിനേക്കാൾ വലിയ സമാധാനം ഈ യാത്രയിൽ എനിക്ക് വേറൊന്നുമില്ല. എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഹലോ ചേട്ടാ, ഇത് ചേട്ടന്റെ പ്രാർത്ഥന കൊണ്ടൊന്നും അല്ല. പിന്നെ അത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അതെ, അവിടെ ചെന്നാ കുളിച്ചിട്ടേ ക്ഷേത്രത്തിൽ പോകാൻ പാടുള്ളൂ. അതിന് ഞാനിപ്പോ രാവിലെ കുളിച്ചാലേ ഉള്ളൂ. ഓ, അതൊക്കെ ഉണ്ട് ചേട്ടാ. പറയുന്നൊന്ന് കേക്കാമോ? വെറുതെ ദൈവദോഷം വരുത്തി വെക്കണ്ട, പറഞ്ഞേക്കാം. പൊയ്ക്കോ വെക്കോ. മൂന്ന് പേരും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ചെല്ലാത്തന്റെ കാരണം ചോദിച്ച് നാഗദേവികൾ ഇങ്ങോട്ട് വരും. ഈ കെയർഫുൾ. അമ്മേ പോവാം. 2 ദിവസത്തേക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധ വേണം. മായ റെസ്റ്റോറന്റിൽ അടിക്കുന്നു പോണം. പോകാം. ആ ദേ 3 പേരും കൂടെ വീട് നന്നായിട്ട് നോക്കിക്കോണം. ജ്യോതിയായിട്ട് വഴക്കിടാൻ പോയേക്കരുത്. മനസ്സിലായോ? മനസ്സിലായമ്മ. ഞങ്ങളായിട്ട് ഒരു പ്രശ്നത്തിനും പോവില്ല. അമ്മ പോയിട്ട് വാ. ഇവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഉണ്ടാവാതിരുന്നാ നല്ലത്. കമോൺ മൈ ഡിയർ സൺ. ആ
റിയലി സർപ്രൈസ്. ശ്രീയേട്ടൻ എവിടെ? ശ്രീ വരും, കുറച്ചു ദിവസം കഴിയും. സുഖമാണോ മായ? ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല. നിങ്ങളവിടെ ഓക്കെ അല്ലേ? ഓ ഓക്കെയാന്ന്. ആ ഡീക്ക് പോയല്ലേ? പക്ക ടൈമിംഗ് ആയിരുന്നു നിങ്ങളുടെ വരവ്. അകത്തേക്ക് വാ, വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. വാ. ഹലോ, ഇവിടെ ആരുമില്ലേ? ആരാ? അല്ല എന്തോടെ ഞാനിവിടെ കുന്തം മെഴുകല നിൽക്കുന്ന കണ്ടിരിക്കോ? ചേട്ടാ, ഈ സുഷമ ടീച്ചറുടെ വീട് ഏതാ? സുഷമ ടീച്ചറോ? ഈ നാട്ടിൽ അങ്ങനെ ആരും ഇല്ല. ഉണ്ട് ചേട്ടാ, ഇടയ്ക്ക് അവാർഡൊക്കെ കിട്ടിയില്ലേ ആ ടീച്ചർ? മോനെ, ഇവിടെ അവാർഡ് കിട്ടിയ ടീച്ചർമാരൊന്നുമില്ല ഈ നാട്ടിലെ. എന്നാലേ നിങ്ങക്ക് വഴി തെറ്റിയതാ, നിങ്ങളൊരു തെറ്റിദ്ധരിപ്പിച്ചതാ. അല്ല ചേട്ടാ, ഉണ്ട്. ഉണ്ടോ? ഉണ്ടോ? എന്നാ നീയൊക്കെ പോയി കണ്ടുപിടിക്കണം. അല്ല പിന്നെ അതിന് ചേട്ടൻ തന്നെ ഞങ്ങളോട് ചൂടാവുന്നേ? ചൂടാവൂടാ, ചൂടാവും. എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയവളാവള്. അവളെ വീട് ഞാൻ കാണിച്ചില്ലെന്ന് മതിയോ? ഈയൊക്കെ ഭ്രാന്താടാ, നമുക്ക് വേറെ ആരുടെ ചോദിക്കാം. നീക്കെ അവളോട് ചെന്ന് പറ, ഒരു ഞുറുങ്ങ് അവാർഡ് കിട്ടിയതിന്റെ അഹങ്കാരം എന്നോട് കളിക്കണ്ടെന്ന്. അല്ല പിന്നെ പോന്നവരോട് വഴക്കിടാതെ ഇങ്ങോട്ട് കേറി വാ മനുഷ്യ. എന്തിനാ? അടുക്കളയിൽ വന്ന് എന്നെ ഒന്ന് സഹായിക്കും. അവരിപ്പൊ ഇങ്ങെത്തും. എത്ര നാളുകൂടിയാ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്? എന്താടി, കഴിഞ്ഞ ആഴ്ച പെങ്ങൾ ഇവിടെ വന്നു പോയ കാര്യം നീ മറന്നുപോയോ? ഓ അതല്ല മനുഷ്യ, ഞാൻ പിള്ളേരുടെ കാര്യമാ പറഞ്ഞേ. നീ എങ്ങനെ പലതും പറയും. നീ അവന്മാരുടെ മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കാനെങ്ങാനും ശ്രമിച്ചാലുണ്ടല്ലോ, എന്റെ തനി സ്വഭാവം നീ കാണും. ഐക്കരക്കോണത്ത് പത്മനാഭൻ നായർ നിനക്ക് ശരിക്കറിയത്തില്ല. കോണത്ത് പത്മനാഭൻ നായർ നിനക്ക് ശരിക്കറിയത്തില്ല എന്ന്. നിങ്ങളുടെ സ്വഭാവം എനിക്ക് അറിയാവുന്നോണ്ടാ പറഞ്ഞേ. ബെല്ലും ബ്രേക്കും ഇല്ലാതെ വല്ലതും വിളിച്ചു പറഞ്ഞേക്കരുത്. എടി, പറയാനുള്ളത് പറയാത്തതെന്നാണ് എനിക്ക് നല്ലോണം അറിയാം കേട്ടോ. നീ എന്നെ ഒന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാനൊന്നും പഠിപ്പിക്കാൻ വരുന്നില്ലേ. പക്ഷെ പഴയതൊന്നും ആ ശിവയെ ഓർമ്മിപ്പിക്കരുത്. ഒരർത്ഥത്തിൽ അവന്റെ ജീവിതം ഇങ്ങനെ ആയതിനെ നമ്മള് കാരണക്കാരാ. നമ്മളോ? ഒരൊക്കെയുടെ മൂട്. അവന്മാര് വല്ല പെമ്പിളേന്റെ പിറകെ പോയാലും നമ്മളെന്ത് വേണോടി? ഞാൻ പറഞ്ഞ വല്ല പെമ്പിളേന്റെ പിറകെ മണത്ത് പോകാൻ പറയടി, പറയാൻ. ഒന്ന് നിർത്ത് മനുഷ്യ, ഇങ്ങോട്ട് വാ. പറയാനല്ലേ പറഞ്ഞത്? രാവിലെ മുതൽ ഒരുമാതിരി വരട്ടിച്ചൊറി വന്ന കിളവന്മാരെ പോലെ ചൊറിഞ്ഞോട് ഇങ്ങോട്ട് വാ. കാറിനകത്ത് ആര് കാണാനാ മൈ ഡിയർ സൺ? എൻജോയ്. ഈ അമ്മയുടെ ഒരു കാര്യം, ഇതൊക്കെ ആ ബേക്കറിക്കാരിൽ നിന്ന് കിട്ടിയതായിരിക്കും. നോ 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 നോ, എന്റെ കയ്യിൽ നിന്ന് അവക്ക് കിട്ടിയത്. ആ, എന്തായാലും അവള് വരാഞ്ഞത് നന്നായി. അത്രയും തലവേദന പറഞ്ഞു. ബേട്ടാ ലുക്ക്, ബേട്ടാ അങ്ങോട്ട് നോക്ക്.
ശിവ നീ എന്താ ഈ കാണിക്കുന്നേ? പറത്തി അങ്ങോട്ട് വിടേട്ടാ. ഹായ് ബേട്ടി. അമ്മ ഇവള് വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? എന്നെ ചീറ്റ് ചെയ്താണല്ലേ? എനിക്കറിയത്തില്ല. ഹായ് ബേട്ടി. ഹലോ ഹിറ്റ്ലർ, ഒന്ന് വേഗം പോ. പറത്തേട്ടാ. ബൈ.